ഹലോ സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് നല്ലൊരു ദം ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടിലാണ്. അപ്പോൾ നമുക്ക് ആ ഹോട്ടലിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഇതിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ അകത്ത് കയറിയതിന് ശേഷം പറയാം. ഓക്കെ, കയറി നോക്കാം. ഒരു ദം ബിരിയാണി, നല്ല പേര് കേട്ട ബിരിയാണിയാണ്. ഓക്കെ, നമ്മൾ കിച്ചണിലേക്ക് ഇങ്ങനെ പോവാണ്. നമ്മൾ എന്താ ബിരിയാണി എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മളെ പേര് കേട്ട ദം ബിരിയാണിയാണ്. നമ്മളെ ഇപ്പോൾ സ്പോട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്ന് പറയാം. ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൊരിച്ചിട്ടിട്ടാണ് ദമ്മിടുന്നത് കേട്ടോ. അത് പൊരിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ബീഫ് പൊറോട്ട എപ്പോഴാണ് കൊടുക്കുക? ഉച്ചക്കേശ हाँ पराठा कभी देगा? अभी नहीं, दोपहर का बाद. हाँ दोपहर का बाद दिएगा ना. अच्छा, കിച്ചണിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ ചിക്കൻ ദം ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ കുട്ടൻ ബിരിയാണി ഉണ്ട്, പിന്നെ നമ്മൾ വേറെന്താണ് ബീഫാ ലഗോണും ഉണ്ട് കേട്ടോ. നമ്മൾ ലഗോൺ, ഈ ഭാഗത്തൊക്കെ ലഗോണാണ് കൂടുതൽ. കല്യാണി ബിരിയാണി. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം സ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് സ്പോട്ട് വരുന്നത് നമ്മളിവിടെ പുതിയങ്ങാടിയിൽ നിന്ന് റൈറ്റ് 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കാജ ബിരിയാണി സെൻ്ററാണ്. ഇതെന്ന് പറഞ്ഞാൽ പേര് കേട്ടൊരു ബിരിയാണിയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മളെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു പൂതി നമ്മളെ യൂട്യൂബിലൊന്നും എടുക്കാമെന്നുള്ള അത് കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ആള് എന്ത് ബിരിയാണി എന്ന് വാങ്ങി ഞങ്ങളെല്ലാവരും? ലഗോന ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എവിടെ സ്ഥലം? കൊക്കാട്. അപ്പോൾ നിങ്ങളിവിടെ ഇടയ്ക്ക് വരുന്ന ആൾക്കാരാവും എന്തായാലും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ കാജ ദം ബിരിയാണിൻ്റെ ഓണറായിട്ടുള്ള ആൾ ഇവിടെ ഉണ്ട്. എന്താണ് ഇവരെ പേരാന്ന് വെറുതെ ഒന്ന് പരിചയപ്പെടാനൊക്കെ ഒരു സന്തോഷമല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? നിങ്ങളതിന് മലയാളിയല്ലേ? ഞാനിത് കേട്ടറിഞ്ഞ് വന്നതാ. കുറേ ദിവസമായി ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ബിരിയാണി ഉണ്ട് ഇവിടെ? കുറേ കാലമായി ഇത് തുടങ്ങിയിട്ട്? 9 വർഷമായി. നിങ്ങളുടെ പേര് ഞാൻ ചോദിക്കാൻ പറയാം. എന്താ പേര്? അബ്ദുൽ അസീസ്ക്കാണ് നമ്മളെ ഇവിടുത്തെ ഉസ്താദ്, മുതലാളി ഉസ്താദൊക്കെ മൂപ്പർ തന്നെയാണ്. അപ്പോൾ അത് കേട്ടറിഞ്ഞ് ഞാൻ പൊന്നാനിയിൽ നിന്ന് ഓടി വന്നതാണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കാട്ടാ, ഒന്നും പറയണ്ട. നമ്മൾ അബ്ദുള്ളക്കാൻ നമ്മൾ പരിചയപ്പെട്ട്. ഓക്കെ, താങ്ക് യു. ഇതാരാണ്? ഇത് മോനാണ്. മോനും ഇതിലേക്ക് എത്തിപ്പെട്ടല്ലേ? എന്താണ് സുഖല്ലേ? എന്താ പഠിക്കണ്ട? പഠിപ്പ് കഴിഞ്ഞ് +2 ആണല്ലേ? +2 കഴിഞ്ഞ്. അപ്പോൾ ഉപ്പാനെ സഹായിക്കണേ. ബിരിയാണി കഴിക്കലില്ലേ? അപ്പോൾ എനിക്കൊരു ബിരിയാണി വേണം. ഞാൻ കഴിച്ചോട്ട് വിവരം പറയട്ടാ. ഓക്കെ, എവിടെ വരുന്നത്? ഇവിടെ അടുത്ത കാസർഗോഡ്. അങ്ങനെ ഇവിടെ എങ്ങനെ വന്ന് വിട്ട്? ചപ്പാത്തി. ഓക്കെ. ഇവിടുന്ന് കഴിക്കാറുണ്ട് അല്ലേ? ഇന്നെന്താണ്? കുട്ടനാ? കുട്ടന അടിപൊളി തന്നെ അല്ലേ? എന്താ പേര്? ഓക്കെ. നിങ്ങളെ വേണമെങ്കിൽ എടുക്കട്ടെ.
കഴിച്ചു കൊടുത്താ. എന്താന്നിട്ട് മേടിച്ചെന്ന്? കുട്ടൻ ബിരിയാണിയാ. എങ്ങനെയുണ്ട്? അടിപൊളിയാ? നിങ്ങൾ ഇവിടുന്ന് കഴിക്കാറുണ്ടോ? എവിടെ സ്ഥലം? ഇവിടെ തന്നെ. ആ അപ്പൊ ഞാനിതൊന്ന് അറിഞ്ഞിട്ട് വന്നത് എങ്ങനെ ഉണ്ട് നോക്കാലോ. അടിപൊളി ബിരിയാണി അല്ലേ? കുട്ടൻ തന്നെ കഴിക്കാം. അതാണല്ലേ, നമ്മൾ ചിക്കൻ ഒന്നും കഴിക്കണല്ലേ. അപ്പൊ ഇന്ന് കുട്ടനാക്കല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതാണ്. അപ്പം ഞാനിന്ന് അവരിപ്പോൾ നമുക്ക് പിന്നെ നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന ബിരിയാണി കുട്ടൻ ബിരിയാണി ആക്കാൻ. കുട്ടൻ ബിരിയാണി എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ബിരിയാണി എത്തിക്കുന്നത് കുട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തപ്പോൾ തന്നത്. നമ്മൾ കുട്ടൻ ബിരിയാണി എന്താണെന്ന് അറിയില്ല, നോക്കട്ടെ. ഇവരെ നമ്മൾ കഴിക്കാറുണ്ട്, പക്ഷേ ഇവിടുത്തെ ബിരിയാണീൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാനൊന്ന് നോക്കട്ടെ. നല്ലൊരു പീസുണ്ട്, കുഴപ്പമില്ല, അടിപൊളി പീസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഈ നമ്മളൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഓക്കെ. നല്ല കളറിനുള്ള ഇറച്ചി വെക്കാം, അടിപൊളി അടിച്ചാൽ കഴിച്ചു നോക്കാം. എന്തായാലും അടിപൊളി കേട്ടോ. നല്ല ഇതാണ്, നല്ല മസാലയാണ്, അടിപൊളി മസാലയാണ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ സ്പോട്ട് വരുന്നത് എവിടെയാണ് സ്ഥലം? കട്ടച്ചിറ. കട്ടച്ചിറയാണ്. നമ്മളിപ്പോൾ പുതിയങ്ങാടിയിൽ നിന്ന് നേരെ 1 കിലോമീറ്റർ അല്ലേ, 1 കിലോമീറ്റർ പിന്നെ കുറ്റിപ്പുറം റോഡിന് പോകുമ്പോൾ നേരെ പുതിയങ്ങാടി പോണ വഴിക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ സ്പോട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ബിരിയാണി കഴിച്ചു. കുട്ടൻ ബിരിയാണി കഴിച്ചത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ ഭാഗത്തോടെ പോകാനാണെങ്കിൽ ഈ സ്പോട്ട് മറക്കരുത്. കാജ റെസ്റ്റോറൻ്റാണ് ഇത്. പേരിട്ട ഒരു സ്ഥലമാണ്. ഒരു 10 വിദ്യാർത്ഥികൾ എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് കാരണമാണ് മെയിനായിട്ട്. ഇവിടെ ലഗോൺ പിന്നെ ബിരിയാണി, അതുപോലെ നമ്മുടെ കുട്ടൻ ബിരിയാണി, പിന്നെ സാധാ ചിക്കൻ ബിരിയാണി ഇതുണ്ട്. അപ്പോൾ നമുക്ക് വില നോക്കേണ്ട ആവശ്യമില്ല, പക്ഷേ രുചിയാണ്. അടിപൊളി ബിരിയാണിയാണ് ഇപ്പോൾ ഞാൻ കഴിച്ചത്. നല്ല 3 പീസ് നല്ല ക്വാണ്ടിറ്റിയുള്ള ഒരു പീസാണ്. അത് നമ്മൾ വാങ്ങുന്നത് എത്രയാണ്? 110 കൊടുത്താലും കുഴപ്പമില്ല. അടിപൊളി കുട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്പോട്ട് മറക്കരുത്. ഓക്കെ, ഓൾവേസ് മുത്തു ബ്ലോ. താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കാറ്റേരി. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഭക്ഷണം കഴിച്ച് പോവാനുള്ള ഏർപ്പാടാണ്. നമ്മളെ മുതലാളിയുടെ മോനാണ്. എൻ്റെ പേര് അഫ്സൽക്കാണ്. അഫ്സൽക്ക നമ്മളെ ചങ്കാണിപ്പോൾ. അപ്പോൾ കാജയിൽ ഇനി ഒരിക്കലും കൂടി വരാനാണ് അവർ പറയുന്നത്. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബെല്ലൈക്കനും കൂടി അമർത്തണം. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓൾവേസ് മുത്തു ബ്ലോഗ്. കാജ റെസ്റ്റോറൻറ്റിൽ നിന്ന് മടങ്ങുമ്പോഴാണ് നമ്മൾ ഈ തിയേറ്റർ കണ്ടത്. ഇതിൻ്റെ പേര് CNC സിനിമാസാണ്. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ വരുന്ന വഴിയാണ്. പോകുമ്പോൾ ഇതെങ്ങനെ അവിടെ ചെന്നിട്ട് ലെഫ്റ്റിൽ തിരിഞ്ഞാൽ മതി. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് വരുന്ന റോഡാണ്. നമ്മളെ പുതിയങ്ങാടിയിൽ നിന്ന് വരുന്ന റോഡാണ്. ആ റോഡിൽ നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്പോട്ടിലേക്ക് കുറ്റിപ്പുറത്ത് നേരെ വരുമ്പോൾ നേരെ ഈ സൈഡിൽ റൈറ്റ് സൈഡിലാണ് പോകുക കേട്ടോ. ഓക്കെ, താങ്ക് യു.